ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് എൻ്റെ ഗുരുനാഥൻ മഹേശ്വരനാഥ്, ഞാൻ മനോരമയിൽ ക്രിസ്മസിന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഞാൻ 24-ാം തീയതി വൈകുന്നേരം, ഡിസംബർ 24-ാം തീയതി ഞാൻ 2 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഗുഹയിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് വേൾഡുമായിട്ടുള്ള ഒരു കണക്ഷനൊന്നുമില്ല, ഞാൻ കലണ്ടർ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, അങ്ങനെ ഒരു സ്ഥിതി. ഒരു ദിവസം എന്നോട് വൈകുന്നേരം ചോദിച്ചു, ഇന്ന് എന്താ ഡേറ്റ് എന്നറിയാമോ? ഞാൻ പറഞ്ഞു, ഇന്ന് എന്താ ഡേറ്റ് എന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ശരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇന്ന് 24 ഡിസംബറാണ്, ക്രിസ്മസ് നൈറ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിശയിച്ചു. ഞാൻ പറഞ്ഞു, ബാബാജി അതെന്താ ബാബാജി അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റായിട്ട് അത് എടുത്തു പറയുന്ന കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രാത്രിയാണ് ഒരു പ്രത്യേകം ഒരു മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവൈൻ ഈ ലോകത്തുണ്ടായ സമയമാണിത്. അതുകൊണ്ട് നമ്മൾ അർദ്ധരാത്രി കണ്ണടച്ച് കംപ്ലീറ്റ് മെഡിറ്റേഷനിലിരിക്കണം, ഉറങ്ങിക്കളയരുത് എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിളിലെ സെൻറ്റ് ജെയിംസ് വെർഷനെ ഞാൻ വായിച്ചുള്ളൂ, വേറെ ഒന്നും വായിച്ചിട്ടില്ല. ഉള്ള ഗോസ്പെൽസിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് സെർമൺ ഓൺ ദ മൗണ്ട് ആണ്. അറിയാമല്ലോ സെർമൺ ഓൺ ദ മൗണ്ട്. ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരിടത്തും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അല്ല, തിയോളജി പഠിക്കണം, അത് കമ്പാരിറ്റീവ് സ്റ്റഡിയും ലൈഫ്സ് ഓഫ് സെയിൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ സ്പിരിച്വൽ ലൈഫിൻ്റെ എസൻസ് മനുഷ്യന് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ തെറ്റാവാം, ശരിയാകാം. എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ബീയിങ് സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ ഒരു പരിവ്രാജകനാണ്, സുപ്രീം പരിവ്രാജകനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദി ഫോക്സസ് ഹാവ് ഹോൾസ്, ഫോക്സസ് ഹാവ് ഡെൻസ് ആൻഡ് ദ സ്നേക്സ് ഹാവ് ഹോൾസ്, ദ സൺ ഓഫ് മാൻ ഹാസ് നോ വെയർ ടു ലേ ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം പരിവ്രാജകനാണ്. വീടില്ലാത്ത അനികേതൻ എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. നികേതമില്ല, എന്താ ലോകം മുഴുവൻ എൻ്റെ വീടാണ് എന്ന് ജീവിച്ച ഒരാൾ, എപ്പോഴും നടന്നാണ് പോകുന്നത്. സാധാരണ കോമൺ മാനുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ്. ഒരു പാരഫെർണീലിയയും ഇല്ല. അങ്ങനെ ഒരാൾ ലോകനന്മയ്ക്ക് വേണ്ടി ശരീരം പോലും ത്യാഗിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനുഷ്യൻ, മഹായോഗി. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മഹായോഗി എന്ന് പോലും പറയാൻ പറ്റില്ല. സ്വാമി വിവേകാനന്ദനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെന്താ ജീസസ് ക്രൈസ്റ്റിനെ ഇവിടെ വർഷിപ്പ് ചെയ്യാത്തതെന്ന് വെച്ചു. വേലൂർ മഠത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അത് എല്ലാം തിയോളജി ഇവിടെ ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ വച്ചിട്ടുണ്ട്, അല്ല അത് മെയിൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിന് ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് പറയുന്നത്. എൻ്റെ കൾച്ചർ അനുസരിച്ച് അദ്ദേഹം ദൈവം തന്നെയാണ്, പുത്രനാവേണ്ട കാര്യമില്ല. അത്രയും ഡിവൈനായിട്ടുള്ള ഒരു ബീയിങ്ങിൻ്റെ ടീച്ചിങ്സാണ് ഇന്ന് നമുക്ക് ചേർച്ചായിട്ടും ടീച്ചിങ്സായിട്ടും തിയോളജി ആയിട്ടും ഒക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഓർഗനൈസേഷണൽ ആസ്പെക്റ്റ് നിങ്ങൾക്കെല്ലാം ഇൻവോൾവ് ചെയ്യേണ്ടി വരും, നാളെ പ്രീസ് ആവുമ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഇന്നർ ആസ്പെക്ട്സ് ഉണ്ടല്ലോ, ഹൃദയത്തിനുള്ളിൽ എങ്ങനെയാണ് ആരാധിക്കുന്ന ദൈവത്തെ എന്നുള്ളത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇതിൻ്റെ ഇടയിൽ അത് വിട്ടുപോകരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാനും പല ഓർഗനൈസേഷണൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അകത്ത് ആങ്കർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോവും. എവിടെ പോകണമെന്ന് പിന്നെ പറയാൻ പറ്റില്ല. ഓർഗനൈസേഷൻ ഇല്ലാതെ ഒരു പണി നടക്കില്ല, ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ആ ഡിവിനിറ്റിയും ഡിവൈൻ ഫീലിങ്ങും ഡിവൈൻ അനുഭവവുമാണ്. അതിനെപ്പോഴും മനസ്സിൽ
കരുതി വച്ചിരുന്നാൽ നാളെ ഫ്യൂച്ചറിൽ ഇതെല്ലാം പഠിച്ച് വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിനെ ഹൃദയത്തിൽ ദൈവത്തിനോട് ലിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പറയാൻ തന്നെയാണ് ഞാനിവിടെ വന്നത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഏതായാലും ഭഗവത്ഗീതയെക്കുറിച്ചോ ഉപനിഷത്തിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ ഇത് ഡിസ്കസ് ചെയ്തല്ല. അതിൻ്റെയൊക്കെ എസെൻസ് ഇത് തന്നെയാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്.